ഇന്ന് നമുക്ക് നല്ലൊരു മീൻകറി ഉണ്ടാക്കാം. അതിന് ഞാൻ ആഗോലി മീനാണ് എടുത്തത്. ഇതിൻ്റെ തോലെല്ലാം പൊളിച്ച് വൃത്തിയാക്കി വെച്ചതാണ് ഇത്. ഇനി ഇതിന് വേണ്ട മസാല അരച്ചെടുക്കാം. കുറച്ച് മല്ലിയില, 2 പച്ചമുളക്, ചെറിയ മുറി തേങ്ങ, 2-3 തണ്ട് കറിവേപ്പില. നല്ലതുപോലെ അരച്ചെടുത്ത മസാലയാണ് ഇത്. ഇനി ഒരു പാൻ വെച്ച് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് 1 നുള്ള് ഉലുവ ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഉലുവ പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ചെറിയ ചുവന്നുള്ളി മുറിച്ചത് ഇട്ട് കൊടുക്കാം. 8 ചുവന്നുള്ളി മുറിച്ചതാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ചുവന്നുള്ളി നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1 കഷ്ണം ഇഞ്ചി മുറിച്ചതും 5-8 വെളുത്തുള്ളി മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. വഴറ്റിക്കഴിഞ്ഞാൽ അതിലേക്ക് 1 തക്കാളി മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ മൂത്തു എന്ന് കണ്ടാൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇവ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 3-4 കഷ്ണം മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങയുടെ പുളി നോക്കി വേണം ഇട്ട് കൊടുക്കാൻ. ഈ മാങ്ങയ്ക്ക് അധികം പുളിയില്ല. ഇതെല്ലാം നല്ലതുപോലെ വെന്തു എന്ന് കണ്ടാൽ ഇതിലേക്ക് അരച്ച കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ജാറ് കഴുകി അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഇളക്കി മസാലയൊന്ന് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. ഇതിൽ ഞാൻ മാങ്ങ ഇട്ടതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുളി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് മീനും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഈ കറി നിങ്ങൾ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കും. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല സ്വാദാണ്. ഇത് ആഗോലിക്ക് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീനെടുത്ത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ. കറി കുറുകിക്കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്കൊന്ന് വറുത്തിടാം. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുകയും വേണം.